ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട എപ്പിക് പ്രോബബിലിറ്റി കൂടാനുള്ള വീഡിയോ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഇൻസ്റ്റയിൽ നിരവധി റിക്വസ്റ്റ് വന്ന് കിടന്നുകൊണ്ട് എനിക്ക് എല്ലാവർക്കും അത് ഡി എമ്മിലേക്ക് ആ ടിപ്പ് എത്തിക്കാൻ പറ്റിയില്ല. അതിനാണ് ഞാൻ ടെലിഗ്രാം ചാനൽ തുടങ്ങി അത് പിൻ ചെയ്തായിരുന്നു. എന്നിട്ടും കിട്ടാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് 100% എപ്പിക്ക് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേങ്കിൽ നിങ്ങളുടെ പ്രോബബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു, ബ്രോ എപ്പിക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ കുറേ പേര് എനിക്ക് എപ്പിക്ക് കിട്ടിയില്ല ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കിട്ടാത്തൊരു വീണ്ടും നെക്സ്റ്റ് ടൈം ഈ ട്രിക്ക് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും പ്രോബബിലിറ്റി കൂടും. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പാക്കിങ്ങിൻ്റെ താഴെ സോർട്ട്, റൊട്ടേറ്റ് എന്നൊന്ന് 2 ഓപ്ഷൻസ് കാണും. അതിൽ നമ്മുടെ ഈ സോർട്ട് ഓപ്ഷൻ എപ്പോഴും ഓവറോൾ റേറ്റിങ്ങിലായിരിക്കും കിടക്കുന്നത്. ഓവറോൾ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ റേറ്റിംഗ് കൂടിയ പ്ലേയേഴ്സ് അനുസരിച്ചായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ പാക്കിൽ ഓവറോൾ ഇടുമ്പോഴത്തേന് ടോപ്പിൽ ഫുള്ള് എപ്പിക്സ് ആയിരിക്കും കിടക്കുക, താഴെ ബേസ് കാർഡ്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത് പ്ലെയർ വാല്യൂ ഇട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കും കിടക്കുക. ടോപ്പിൽ ഫുള്ള് എപ്പിക്സും താഴെ ഫുള്ള് ബേസ് കാർഡ് കാര്യങ്ങളൊക്കെ. ഈ ഒരു ഓപ്ഷൻ ചേഞ്ച് ആക്കി നിങ്ങൾ പൊസിഷൻ ആക്കുമ്പോൾ നിങ്ങളുടെ എപ്പിക്കെല്ലാം സ്പ്ലിറ്റായിട്ട് കിടക്കും. അതായത് ബേസ് കാർഡിൻ്റെ ഇടയിലായിട്ടൊക്കെ പൊസിഷൻ അനുസരിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പം ഒരു 10 സ്പിന്നാണ് എടുക്കുന്നതെങ്കിൽ കൊണാമി നിങ്ങൾക്ക് റാൻഡമായിട്ട് ടോപ്പിൽ നിന്ന് ഒരാൾ, താഴെ നിന്ന് ഒരാൾ, അങ്ങനെ റാൻഡമായിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങളുടെ എപ്പിക്കിനെ ഇങ്ങനെ സ്പ്ലിറ്റാക്കി ഇടുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ റാൻഡത്തിൽ ഒരാൾ എപ്പിക്കാവാൻ നല്ല ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കറക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എപ്പോൾ കറക്കിയാലും താഴെ നിന്നുള്ള കുറേ ബേസ് കാർഡായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പിക്കിനെ സ്പ്ലിറ്റ് ആക്കി ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു എപ്പിക്ക് വരാനുള്ള ചാൻസസ് അവിടെ ഹൈ ആണ്. ഇത് ഇന്നലെ ഈ ട്രിക്ക് യൂസ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എപ്പിക്ക് അടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സോട്ടിൽ പോയിട്ട് പൊസിഷനിൽ ചേഞ്ച് ആക്കിയിട്ടാണ് സ്പിൻ ചെയ്യുന്നത്. കറക്റ്റ് ആ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ എപ്പിക്ക് കിട്ടി. എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 9 സ്പിന്നിൽ ഇൻസാഗിനെ അതേപോലെ സാബിനെ 2 പേരെ കിട്ടി. നിങ്ങൾ മെയിനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം കോയിൻ കൂട്ടി വെച്ച്, കോയിനാണെങ്കിൽ കോയിൻ കൂട്ടി വെക്കുക. ഈ ഫ്രീ കോൺട്രാക്റ്റിൻ്റെ ആണെങ്കിൽ സെലക്ഷൻ്റെ അത് കിട്ടുമ്പോൾ കൂട്ടി വെച്ച് ഒരു 10-20 ആയിട്ട് ഒന്നിച്ച് കറക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രോബബിലിറ്റി ഒന്നുകൂടെ ഹൈ ആണ്. ഓരോന്നോരോന്ന് കിട്ടുമ്പോൾ കറക്കുമ്പോൾ നമ്മുടെ ചാൻസസ് വീണ്ടും അവിടെ കുറയാണ്. നിങ്ങൾ മാക്സിമം കൂട്ടി വെച്ചിട്ട് കറക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എപ്പിക്കിലേക്ക് കിട്ടും. രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ ആദ്യമേ പറഞ്ഞ ടിപ്പ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കോഡ് മെയിൻ സ്കോഡ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഒരു ടീം ഗെയിം പ്ലാനിൽ ഒരു F2P അല്ലെങ്കിൽ ഒരു ബേസ് സ്കോഡ് സെറ്റാക്കി ഇടുക. എന്നിട്ട് നിങ്ങൾ കോയിൻ സ്പിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ ഒരു സ്കോഡിനെ നിങ്ങളുടെ മെയിൻ സ്കോഡാക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഇതേപോലെ ബേസ് കാർഡുകൾ അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിടുക. അതിനുശേഷം ഞാൻ ആദ്യമേ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പിക്കിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെ വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കും. നിങ്ങളിതെല്ലാം ജസ്റ്റ് ട്രൈ ആക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ മെയിൻ ഫാക്ടർ നമുക്ക് ലക്കും വേണം. ഒരു ചെറിയ തോതിൽ ലക്കില്ലാതെ ഒന്നും നടക്കില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും എപ്പിക്ക് കിട്ടാത്ത കുറേ പേരെ എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക.